എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കണം, നേരെ റൂമിൽ പോകണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വിഷ്വലി കുറച്ച് കാണിച്ചു തരാം. നൈറ്റ് ലൈഫ് ഇവിടുത്തെ നൈറ്റ് എങ്ങനെയാണ്, ലൈഫ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ബ്ലോഗാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി കുറച്ചങ്ങ് നടക്കാനുണ്ട്, ഒരു 10 മിനിറ്റ് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നടന്നങ്ങനെ പോവാണ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ഇതാണ് മക്കളെ പേർഷ്യ ബിൽഡിംഗ്, പേർഷ്യ ക്ലസ്റ്റർ എന്ന് പറയും. ഇവിടെ ഓരോ ബിൽഡിങ്ങിന് ഓരോ പേരാണ്. പേർഷ്യ ഇംഗ്ലണ്ട്, ഇതൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ. ഇതാണ് പേർഷ്യ. വിജനമല്ലാത്ത റോഡ്. അയ്യോ എനിക്ക് വയ്യ. ഒരേ ബിൽഡിങ്ങും ഒരേ ഇതൊക്കെ തന്നെ ആയിരിക്കും കാണുന്നത്. ഒരേ സെയിം ബിൽഡിങ്, ഒരേപോലത്തെ കാര്യങ്ങൾ. അതാണ് ഇത്. കണ്ടോ, ഇത് ഒരു കുഞ്ഞു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇരിപ്പിടം. അതിലുണ്ടോ നമ്മുടെ നാട്ടിൽ 4 മണിക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ പോയി ഇരിക്കില്ല, അതേപോലെ ചെക്കന്മാരിരിക്കുന്നുണ്ടോ രാത്രി 1:30 മണിക്കായിരിക്കും. 1:30 മണിക്കാണ് ഈ ഇരുത്തം. ഇവരെല്ലാവരും ഇവിടെയൊക്കെ ഏറെക്കുറെ ആൾക്കാരൊക്കെ 1 മണി, 2 മണി, 3 മണിയൊക്കെ ഉറങ്ങുമ്പോൾ, മിനിമം എന്തായാലും ഒരു 3-3:30 രാവിലെ കിടന്ന് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങും. സൺഡേ ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഇരിക്കും ആൾക്കാർ. ലൈഫ് എൻജോയ് ചെയ്യാൻ കരുതിയവനക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ദുബായിൽ. ലൈഫ് എൻജോയ് ചെയ്യണം എന്ന വിചാരം വെച്ച് വരുന്നവന് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻജോയ് ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാവർക്കും അത് പറ്റിക്കണമെന്നില്ല. സംഭവം എല്ലാവർക്കും അത് പറ്റും എന്ന് തോന്നുന്നില്ല. പക്ഷെ എൻജോയ് ചെയ്യുന്നവർ കുറവായിരിക്കും. കാരണം എന്താ പറയുക, പൈസക്ക് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോഴേ, നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പൈസക്ക് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ എന്ത് എൻജോയ്മെൻറ്റ്, എന്ത് കാര്യങ്ങൾ. അവിടെ അതുണ്ട്, ഇവിടെ കല്യാണം, അത് കല്യാണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻജോയ് ചെയ്യാനൊന്നും തോന്നൂല പ്രവാസികൾക്ക്. അത് സ്വാഭാവികമാണ്. എനിക്ക് 90% പ്രവാസികളും അങ്ങനെയൊക്കെ തന്നെ കാര്യം. പിന്നെ നമ്മളെല്ലാം മാറ്റിവെച്ച് നമ്മളെ ടെൻഷനൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, അതൊക്കെ എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാന്നല്ലാതെ വേറൊരു രക്ഷയും പ്രവാസ ലോകത്തില്ല. സംഭവം പണം മുഖ്യം ബിഗിലേ. എന്തായാലും ഇതാണ് വർഷാൻ മന്തിക്കട. പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കേൾക്കാൻ പറ്റിയിട്ടില്ല. സംഭവം നമുക്ക് ഈ മലയാളി ഫുഡൊക്കെ പറ്റുന്നതുകൊണ്ട് അധികം പാകിസ്ഥാനി ഫുഡുകൾ അധികം കഴിക്കാറില്ല. പക്ഷെ നല്ല ഫുഡാണ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അടിപൊളി ഫുഡാണ്. ഇതുവരെ കഴിക്കാൻ പറ്റിയില്ല, ഇതുവരെ കഴിക്കണം ഒരു തവണെങ്കിലും. നമ്മൾ ടേസ്റ്റ് ഒക്കെ നല്ലതാണല്ലോ, അടിപൊളിയാക്കാൻ നോക്കാം. എന്തായാലും കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പോവാണ്. കുറച്ചങ്ങോട്ട് ഇച്ചിരി നടക്കാൻ 2 മിനിറ്റ്. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ബാക്ക് സൈഡിലാണ്. ഒരു ബാക്കിൽ വരുന്നുണ്ട്, കുറച്ച് മുന്നിൽ നിന്നാണ് നടന്നതെന്നുള്ളൂ. വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ നടന്നു പോരുന്നതാണ്. എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാ കാണുന്നതാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. കുറച്ചങ്ങ് നടക്കാനുണ്ട്. എന്തായാലും അടുത്തിട്ട് കാണാം. ഓക്കെ. നമ്മളെ തോൽപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെ വിജയം ആഘോഷിക്കാൻ ചിലപ്പം ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. വിജയിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക എപ്പോഴെങ്കിലുമൊക്കെ വിജയം നമ്മളെ സുനിശ്ചിതമാണ് നമ്മളെ കൈകളിൽ. ഇതാണ് റെസ്റ്റോറൻറ്റ്, ഫുഡ് ബോക്ക്. നല്ല മലയാളി റെസ്റ്റോറൻ്റാണ്. ഫുഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടുന്നാണ് കഴിക്കാറ്. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇവിടുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ റൂമിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇതാണ് ബിൽഡിങ്, CBD ബിൽഡിങ്. നല്ല മാറ്റം ഉണ്ടാവും. CBD ബിൽഡിങ് എന്ന് പറയുന്നത്. ഓരോ ബിൽഡിങ് ഓരോ പേരുകളാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് അറിയാൻ വേണ്ടിയിട്ടോ, ഓരോ ബിൽഡിങ്ങിനെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചതാണ്. CBD ഫ്രണ്ട്സ് എല്ലാവരും രായി പറയടോ വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് ഒരായി പറയടോ, ഉണ്ണിയൊരായി പറഞ്ഞ. ഓക്കെ, ഹായ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട്. ഫ്രണ്ട്സാണ്. ആറ്റിത്തിരിക്കുന്ന നമ്മൾ മുതലാളി, ഷോപ്പിൻ്റെ മുതലാളിയാണ്, ഓണർ.
ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അപ്പോൾ വെയിറ്റിംഗ് തന്നെ വെയിറ്റിംഗ് വരും വരാതിരിക്കും. ഫുഡ് സൂപ്പ് എത്തി, സൂപ്പ് വന്ന് അതിൻ്റെ സലാഡുകൾ വന്ന് സലാഡ് വന്ന് എല്ലാം വന്ന് പ്ലേറ്റ് വന്ന് എല്ലാ ഹോട്ടലത്തെ മാതിരി തന്നെ പ്ലേറ്റ് വന്ന്. ഇനി വെയിറ്റിങ്ങിലാണ്. പ്ലേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോഴേക്കും അടുത്ത സാധനം വരുമല്ലോ. അതാ ഫുഡ് ഓരോന്നോരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അതാണ് ആക്രാന്തം കാട്ടാത്തടോ. ആക്രാന്തം കാട്ടാൻ നിങ്ങളെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ. എന്തായാലും ഫുഡ് എത്തിക്കണു. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു ഉഷാറായിട്ട്. ഇനി റൂമിലേക്ക് നടക്കുകയാണ്, റൂമിൽ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.